ഞാൻ നാഷണൽ സേഫ്റ്റി കൗൺസിൽ സെക്രട്ടറിയാണ് ജാക്സൺ. ഈ വർഷത്തെ സേഫ്റ്റി ഡേ സെലിബ്രേഷനാണ് മാർച്ച് 4 നടന്നത്. ഈ വർഷം നാഷണൽ സേഫ്റ്റി കൗൺസിൽ വ്യവസായ സുരക്ഷിതത്തിന് അപ്പുറത്തുമായിട്ട് നമ്മൾ ജനങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റുകൾ, കൺസ്ട്രക്ഷൻസ്, സിവിൽ കൺസ്ട്രക്ഷൻ ഏരിയ, അതേപോലെ ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, ഇതിനെല്ലാത്തിനും അവാർഡുകൾ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് വീഗാലാൻഡിനാണ് ആ ഫ്ലാറ്റിൻ്റെ അവാർഡുകൾ കിട്ടുന്നത്. ഫ്ലാറ്റിൽ വേണ്ട, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലും കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർക്ക് അവാർഡിൽ പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി ഇല്ല എന്ന് അവർ തന്നെ പറയുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അതിലെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണ രീതിയിലല്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ കൂട്ടായ്മ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ടതായിട്ടുള്ളതുണ്ട്. കുസാറ്റിലുണ്ടായ സംഭവം നമുക്കറിയാം. അതേപോലെ ഒരു ഫ്ലാറ്റുകളിൽ 10-50 കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്ത് സുരക്ഷാ സംവിധാനത്തിൻ്റെ ആവശ്യകത അത് എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കേണ്ട കാര്യമുണ്ട്. ആയതിനാൽ അതിനുള്ള ഒരു ഒരു കാര്യമാണ് ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തുന്നത്. വീഗാലാൻഡ് അവർ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഈ വർഷവും അവർക്ക് അവാർഡ് കിട്ടി. അപ്പോൾ മറ്റ് പല റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സും പ്രചോദനമായിരിക്കുകയാണ്. അടുത്ത വർഷങ്ങൾ ഞങ്ങളും ഈ സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് വന്നുകൊണ്ട് ഈ അവാർഡുകൾ നേടാനായിട്ട് അതിന് വീഗാലാൻഡിന് നാഷണൽ സേഫ്റ്റി കൗൺസിലിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. അതേപോലെ ഞങ്ങളിനി മറ്റുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനെ വിളിച്ചുകൊണ്ട് എങ്ങനെ ഈ വീഗാലാൻഡ് ഇവർ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് ചെയ്തു എന്ന് അവരുടെ ബെസ്റ്റ് പ്രാക്ടീസ് ഷെയർ ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് സേഫ്റ്റി കൗൺസിൽ ആസൂത്രണം ചെയ്യുന്നത്. വ്യവസായശാലയ്ക്ക് പുറത്തെ സ്കൂളുകൾ, കോളേജ്, ഹോട്ടൽ, ഹോസ്പിറ്റൽ, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതേപോലെ വീഗാലാൻഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഫസ്റ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്, വണ്ടർല. അതേപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മാർഗത്തിലേക്കും എത്തിക്കാനുള്ള ശ്രമമാണ്. അതിന് അവാർഡ് കിട്ടിയ വീഗാലാൻഡിന് എല്ലാവിധ അഭിനന്ദനങ്ങളും.